ഗണേഷ് കുമാറിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിക്ക് വീണ്ടും പ്രതികരണം നടത്തുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. അതേസമയം പത്തനാപുരത്തെ ചാണ്ടി ഉമ്മൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ഗണേഷ് കുമാർ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകുന്നത്. തൻ്റെ കുടുംബം വരെ തകർത്ത വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. വായിലേക്ക് കൈകൊണ്ടിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പറയേണ്ടി വരും, അതിന് തന്നെ പ്രേരിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി ചാണ്ടി ഉമ്മന് നൽകുകയാണ് KB ഗണേഷ് കുമാർ. അമൽ തേനമ്പറമ്പിൽ ചേരുകയാണ്. അമൽ, അങ്ങനെ അടഞ്ഞുപോയി എന്ന് കരുതിയ ഒരു അധ്യായം വീണ്ടും തുറക്കപ്പെടുന്നത് ചാണ്ടി ഉമ്മൻ്റെ പത്തനാപുരത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ രൂക്ഷമായ ഭാഷയിൽ ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണമാണ് ഗണേശിൻ്റെ മറുപടി വരുന്നത്. പ്രജീഷെ, പത്തനാപുരത്തിൻ്റെ ഒരു സാഹചര്യം കൊല്ലം ജില്ലക്കാരനായ പ്രജീഷിനും അറിയാം. കഴിഞ്ഞ കാലങ്ങളിലേതുപോലല്ല ഒരു തീപാറുന്ന പോരാട്ടം ഇത്തവണ പത്തനാപുരത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത്. ഗണേഷ് കുമാറിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ സിമ്പിളായി വിജയിച്ച് വരാൻ പറ്റിയ മണ്ഡലമായിരുന്നുവെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കൊക്കെ നോക്കുമ്പോൾ അവിടെ പറഞ്ഞു കേൾക്കുന്ന കോൺഗ്രസിൻ്റെ പേര് എന്ന് പറയുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണ്. സ്വാഭാവികമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കൊക്കെ അനുകൂലമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നതും ചാണ്ടി ഉമ്മൻ ആ പരിപാടിയിൽ സംസാരിക്കാനായി എത്തുകയും ചെയ്തത്. ആ സംസാരിച്ച സമയത്താണ് സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അത് ഈ സോളാർ കാലത്തെ കാര്യവും ഈ പറയുന്ന മറ്റ് ഗണേഷിനെതിരെ വന്ന ആരോപണവും ഒക്കെ പറഞ്ഞാണ് ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. പക്ഷേ അതിനുശേഷം ആ പരാമർശം അവിടെ ഒരു സാധാരണ പ്രസംഗം പോലെ കടന്നുപോയി. പക്ഷേ അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറുകയും ഗണേഷ് കുമാറിനെതിരെ വ്യാപകമായ സൈബർ അറ്റാക്ക് നടക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്ന് ഇത് തുടർച്ചയായി ആ വീഡിയോ, ചാണ്ടി പ്രസംഗിക്കുന്ന വീഡിയോ പലയിടങ്ങളിലായി പ്രചരിച്ചു. അത് ഗണേഷ് കുമാറിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ആ പ്രതികരണത്തിൽ നിന്ന് ഈ മറുപടിയിൽ പറയുമ്പോഴും ഉമ്മൻചാണ്ടിയെ കൂടുതൽ സംശയത്തിന് നിഴലിലേക്ക് എത്തിക്കുകയാണ് ഗണേഷ് കുമാർ. അപ്പോൾ ഇത് മണ്ഡലത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി എന്നത് ഗ്രൂപ്പ് വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ മരണത്തിന് ശേഷമുള്ള ഉമ്മൻചാണ്ടി കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഇടം നേടുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള സോളാർ കാലം നമ്മൾ അടഞ്ഞു എന്ന് കരുതിയ അധ്യായമാണ്. അത് വീണ്ടും മണ്ഡലത്തിൽ ചർച്ചയാകുന്നതൊക്കെ തന്നെ ഏത് അർത്ഥത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് സാധ്യത? നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ ഈ പത്തനാപുരത്തെ പ്രതികരണം പോലും ചാണ്ടി ഉമ്മൻ നടത്തിയത് വലിയ തോതിൽ ചർച്ചയായ സ്ഥിതിക്ക് സ്വാഭാവികമായും ഈ കഥകളെല്ലാം ഒരു വട്ടം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിന് മുന്നിൽ ഈ വിവരങ്ങളെല്ലാം ഉള്ളതാണ്. ആ കാലം മുതൽ നമ്മളിത് ഒരുപാട് കേട്ടതാണ്, മാധ്യമങ്ങളിൽ ചർച്ചയായതാണ്, പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും വന്നതാണ്. അന്ന് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ഉമ്മൻചാണ്ടിയെ കണ്ടൊരു പരാതി പറയുകയും ആ പരാതി കേട്ട ഉമ്മൻചാണ്ടി ബാലകൃഷ്ണപിള്ളയോടക്കം സംസാരിക്കുകയും പിന്നീട് ഗണേഷ് കുമാറിനോട് രാജി ചോദിച്ചു വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ ഒരു തീരുമാനമുണ്ടാകുന്നു. എന്തായാലും ആദ്യഘട്ടത്തിലൊന്നും ഒരു സമ്മതം ഗണേഷ് ഇല്ലായിരുന്നെങ്കിൽ തന്നെ പിന്നീട് പക്ഷേ നടന്ന ചർച്ചകളിൽ ഉമ്മൻചാണ്ടിയുടെ പിടിവാശിക്ക് മുന്നിൽ ഗണേഷ് കുമാർ വഴങ്ങേണ്ടി വന്നു, ഗണേഷിന് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കുടുംബത്തിൽ നിന്നും ഉയർന്ന ഒരു ആരോപണം, ഗണേഷ് അതാണ് പറയുന്നത്, ഒരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത് തൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്ന്. പക്ഷേ ആ വിഷയത്തിലെ ധാർമ്മിക പ്രശ്നം കൂടിയാണ് ഉമ്മൻചാണ്ടി അന്ന് കണക്കിലെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണേഷിനോട് രാജിവെച്ച് മാറി നിൽക്കണം എന്നൊരു നിർദ്ദേശവും പിന്നീട് രാജി ചോദിച്ചു വാങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. അത് ഗണേഷ് കുമാറിനെ വല്ലാതെ അന്നും പ്രകോപിപ്പിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളൊന്നും അങ്ങനെ ഇതുപോലെയുള്ള കടന്ന പ്രതികരണങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഇപ്പോൾ ഇത്രയും നാളുകൾ കടന്നു പോകുന്നു, അതിനുശേഷം വീണ്ടും ചാണ്ടിക്കുള്ള മറുപടിയാണെങ്കിലും ഉമ്മൻചാണ്ടി തൻ്റെ കുടുംബത്തെ ദ്രോഹിച്ചു, കുടുംബത്തെ രണ്ടാക്കി എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. 1 മുതൽ ഇത് വീണ്ടും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, ചാണ്ടി ഉമ്മൻ്റെ പ്രസംഗത്തിന് രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ ഗണേഷ് കുമാർ മറുപടി പറയുന്നത്. അമലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.